ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ വീഡിയോ മുഴുവനായും കാണുക. ക്വിസ് മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടുക. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം. 2ാം ലോക മഹായുദ്ധം. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം. ജപ്പാൻ. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം. അമേരിക്ക. ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഹിരോഷിമ, നാഗസാക്കി. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം. ഹിരോഷിമ. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം. അമേരിക്ക. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം. അമേരിക്ക. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം 1945 ഓഗസ്റ്റ് 6. ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം രാവിലെ 8:15. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം പകൽ 11:02. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം 1945 ഓഗസ്റ്റ് 9. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നീളം 3 മീറ്റർ. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം 4400 കിലോഗ്രാം. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എനോള ഗേ. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ഫാറ്റ്മാൻ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് പോൾ ഡബ്ല്യു ടിബറ്റ്. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം യുറേനിയം 235. ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം 4670 കിലോഗ്രാം. ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ നീളം 3.3 മീറ്റർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ മേജർ സ്വീനി. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ B-29 വിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനം AIOI ബ്രിഡ്ജ്. ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ ആണവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി സഡാക്കോ സസക്കി. 2 അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി സുറ്റോമു യമഗുച്ചി. സഡാക്കോ സസാക്കിയും ഒറിഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകമായി കരുതിപ്പോരുന്നു? ലോക സമാധാനത്തിൻ്റെ. ആണവ നിരായുധീകരണത്തിൻ്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം പഗ്വാഷ്. പഗ്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ബർട്രാൻഡ് റസ്സൽ, ജൂലിയോ ക്യൂറി, കാൾ പോൾ. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് മെക്സിക്കോയിലെ മരുഭൂമിയിൽ ട്രിനിറ്റി സൈറ്റ്. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യപ്പേര് ട്രിനിറ്റി. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയ വർഷം, ദിവസം 1945 ജൂലൈ 16.
അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി മാൻഹട്ടൻ പ്രോജക്റ്റ്. മാൻഹട്ടൻ പ്രോജക്റ്റിന്റെ തലവൻ റോബർട്ട് ഓപ്പൺഹൈമർ. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേര് ഹിബാക്കുഷ. ആറ്റം ബോംബിന്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമർ. ഹിബാക്കുഷ എന്ന ജപ്പനീസ് വാക്കിന്റെ അർത്ഥം സ്ഫോടന ബാധിത ജനത. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് പ്രൊഫസർ എസ് ശിവദാസ്. സഡാക്കോയും 1000 പേപ്പർ ക്രെയിനുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എലീനർ കോയർ. ശാന്തിയുടെ നഗരം ഹിരോഷിമ. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ക്യുഷു ദ്വീപുകൾ. ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഹോൻഷു ദ്വീപുകൾ. ആദ്യത്തെ ആറ്റം ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിനു ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഒലിയാണ്ടർ പുഷ്പം. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1939. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 1974 മെയ് 18 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം പൊക്രാൻ, രാജസ്ഥാൻ. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയ വ്യക്തി ഇന്ദിരാഗാന്ധി. യുദ്ധം സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയ്. പുറത്തു പോകൂ ശപിക്കപ്പെട്ടവനെ എന്ന കൃതിയുടെ രചയിതാവ് സദ്ദാം ഹുസൈൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ച പേര് കിറ്റി. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് ഹോമി ജെ ബാബ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് രാജാ രാമണ്ണ. പാക് അണുബോംബിന്റെ പിതാവ് അബ്ദുൽ ഖാദർ ഖാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ഹിരാഹിറ്റോ. ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയ്. സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിന്റെ സൈന്യമായിരുന്നു? ജപ്പാൻ. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എഡ്വേർഡ് ടെല്ലർ. ഉദയസൂര്യന്റെ നാട് ജപ്പാൻ. നാഗസാക്കി എന്ന വാക്കിന്റെ അർത്ഥം ലോങ് കേപ്പ്. ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം വിശാലമായ ദ്വീപ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഐക്യരാഷ്ട്ര സംഘടന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.